മൂന്നാമത്തെ ഒരു ഇനം നേർച്ച, അത് ശിർക്ക് പരമാണ്, ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ആ നേർച്ച അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യവും പ്രീതിയും അനുഗ്രഹവും തേടിക്കൊണ്ടുള്ള നേർച്ചയാണ്. നേർച്ചയാക്കിയത് അള്ളാഹുവിൻ്റെ പേരിലല്ല, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒലിയിൻ്റെയോ നബിയുടെയോ അല്ല വല്ല ജിന്നിൻ്റെയോ മലക്കിൻ്റെയൊക്കെ പേരിൽ നേർച്ചയാക്കുക. നേർച്ചയിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് അടുക്കാനും സാമീപ്യം കിട്ടുവാനും. ആരുടെ പേരിലാണോ നേർച്ചയാക്കിയത് അവരുടെ സാമീപ്യവും അനുഗ്രഹവും തേടിക്കൊണ്ടാണ് നേർച്ചയാക്കുന്നത്. അത്തരം നേർച്ച ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട നേർച്ചയാണ്. അത് ഇസ്ലാം നമുക്ക് വിലക്കിയിട്ടുള്ള, നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള നേർച്ചയുടെ ഇനത്തിലാണ് വരുന്നത്. കാരണം നേർച്ച ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. ആ നേർച്ച പടച്ചവന് വേണ്ടി മാത്രം സമർപ്പിക്കണം. അവിടെ സമർപ്പിക്കുന്നിടത്ത് തന്നെ ഇഖ്ലാസിന് കുറവ് വന്നു പോയതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള, ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച പോലും വിരോധിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും പടച്ചവനല്ലാത്തവർക്ക് വേണ്ടിയാണ് നേർച്ചയാക്കിയതെങ്കിൽ അത് വളരെയധികം വിരോധിക്കപ്പെട്ടതാണ് എന്ന കാര്യം വളരെ വ്യക്തവുമാണ്. അപ്പോൾ അതുകൊണ്ട് നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നൊരു ചിത്രം എന്താണ്? ഏതെങ്കിലും വലിയകളുടെ പേരിൽ നേർച്ചയാക്കലാണ് സാധാരണ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെയാണ് ആളുകളുടെ ഇടയിലൊക്കെ ഉള്ളത്. പക്ഷെ നേർച്ചയാക്കേണ്ടത് ഏതാണ്? ഖുർബത്താണ്, പുണ്യകർമ്മമാണ്. ഒരു പുണ്യകർമ്മം നമുക്ക് നേർച്ചയാക്കാം. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ജാഹിലിയത്തിൽ ഞാൻ ഒരു കാര്യം നേർച്ചയാക്കിയിട്ടുണ്ട്. ഈതികാഫ് അനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് മക്കയിലെ പള്ളിയിൽ. ഇത് ചോദിക്കുന്നത് മദീനത്ത് വെച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നേർച്ച നീ പൂർത്തിയാക്കണം, അത് നീ പൂർത്തിയാക്കണം. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് വന്ന് ഒരു ദിവസം മക്ക പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ ഈതികാഫ് അനുഷ്ഠിച്ചു. കാരണം ഈതികാഫ് ഒരു പുണ്യകർമ്മമാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു, ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ബുവാന ജിദ്ദയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബുവാന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അവിടെ ജാഹിലിയ കാലത്ത് വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ? അവിടെ വല്ല വിഗ്രഹവും, ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹവും ജാഹിലിയ കാലത്തുണ്ടായിരുന്നോ? ഇത് ജാഹിലിയ കാലത്തുള്ള നേർച്ചയാണ്. ഇല്ല, വിഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ ജാഹിലിയ കാലത്ത് വല്ല ഈദും ഉണ്ടായിരുന്നോ? വല്ല നേർച്ച പരിപാടി അവിടെ നടക്കാറുണ്ടായിരുന്നോ? ഉത്സവങ്ങൾ നടത്താറുണ്ടായിരുന്നോ? അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഔഫി ബിനദിരിക്, എന്നാൽ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പോൾ ജാഹിലിയ കാലത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിലല്ല ആ നേർച്ചയുള്ളത്, വിഗ്രഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വല്ല ഉത്സവത്തിൻ്റെ പേരിലോ അല്ല എന്ന് വ്യക്തമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ചയെക്കുറിച്ച് കൃത്യമായി തന്നെ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നേർച്ചയാണോ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, പടച്ചവൻ്റെ സാമീപ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണം. അതിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന കളങ്കം വരുന്ന ഒരു രംഗവും വന്നു പോകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഗൗരവമായി നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നേർച്ചയാക്കുമ്പോൾ നേർച്ചയാക്കുന്ന ആളുടെ മനസ്സും ഉദ്ദേശവും അതിൽ പ്രധാനമാണ്. എന്തിന് നേർച്ചയാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരമുണ്ടാകുന്നത് പടച്ചവനല്ലാത്ത പേരിൽ നേർച്ചയാക്കുന്നു. എന്തിനാ അങ്ങനെ നേർച്ചയാക്കിയത്? അവിടെ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം, അവരുടെ സഹായവും സംരക്ഷണവും കാവലൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചാൽ അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ മൊയ്തീൻ ഷേഖിനെ നേർച്ചയാക്കി വെക്കും. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി, മുമ്പ് വിരിയിച്ചൊക്കെ പരുന്ത് കൊണ്ടുപോയി, കാക്ക കൊണ്ടുപോയി, ഇത് ഒന്നിനെ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ നേർച്ചയാക്കി വെച്ചിരിക്കുകയാണ്, എന്നാൽ പിന്നെ മൂപ്പരെ കാവലുണ്ടാവും. അപ്പോൾ ബാക്കി കോഴിക്കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ കോഴിക്കുഞ്ഞിനെ നേർച്ചയാക്കിയത്. അപ്പോൾ അദ്ദേഹം ഏതോ രൂപത്തിൽ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സാമീപ്യം തേടിക്കൊണ്ട് നമ്മളിങ്ങനൊന്നിനെ നേർച്ചയാക്കിയാലെന്നാണ്. ഇങ്ങനെ വ്യക്തികളുടെ പേരിൽ, മരിച്ചുപോയ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കുന്ന സമ്പ്രദായം, അത് മെഴുകുതിരിയും ചന്ദനത്തിരിയും നേർച്ചയാക്കുന്നവരുണ്ട്, പൂമാലകൾ നേർച്ചയാക്കുന്നവരുണ്ട്, പണം നേർച്ചയാക്കുന്നവരുണ്ട്, പല ഇനങ്ങളും നേർച്ചയാക്കുന്നവരുണ്ട്. ഏത് തരത്തിലാണെങ്കിലും അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയുടെ പേരിലുള്ള നേർച്ച
ഇസ്ലാമികമായി നിഷിദ്ധമായ നേർച്ചയാണ്. അള്ളാഹുവിന് വേണ്ടിയാണ്, അവൻ്റെ പ്രതിഫലവും സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടാണോ ആ നേർച്ച ഇബാദത്താണ്. അത് പടച്ചോൻ സ്വീകരിച്ചാൽ മഹത്തായ പ്രതിഫലം അതിന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ആളുകൾക്കിടയിലുള്ള ഇത്തരം നേർച്ചകളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്ന്, ചില ആളുകൾ നേർച്ചയാക്കുന്നു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ, അല്ലെങ്കിൽ വലിയൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു ഖബറിൻ്റെ അടുത്ത് നേർച്ചയാക്കുന്നു. ഈ നേർച്ചയാക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ഉദ്ദേശം ആ മക്ബറക്കൊരു പ്രത്യേകത ഉണ്ട്, പറയാൻ പറ്റാത്ത ചില സവിശേഷതകളും മഹത്വങ്ങളുമൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോയിട്ട് ആ നേർച്ച സാധനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് സമൂഹത്തിൻ്റെ വിശ്വാസമെന്നാണ്. അത്തരം നേർച്ചകൾ നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഷഫീ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിൻ്റെ ഫത്താബൽ കുബ്രയിൽ ഇത്തരത്തിലുള്ള നേർച്ചകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളിലും വ്യാഖ്യാനവും വിശദീകരണവും പറയുന്നുവെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഇത്തരത്തിലുള്ള നേർച്ചയെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ അദ്ദേഹം ആക്ഷേപിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ സമൂഹത്തിലുണ്ടായ മറ്റൊരു കാര്യത്തെക്കുറിച്ച് സ്വാവി പറയുന്നുണ്ട്. ആടിനെയും അതുപോലുള്ളതിനൊക്കെ ആളുകൾ ഇങ്ങനെ നേർച്ചയാക്കി വിടും. അതിങ്ങനെ ചെന്നിട്ട് എല്ലാവരുടെയും കൃഷിയും അതുതൊക്കെ തിന്നും. ആരും അതിനെ തെളിച്ചാട്ടൂല. കാരണം അതിനെ തെളിച്ചാൽ ആളുകൾ പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയാ, ഔലിയാക്കന്മാരെ സ്നേഹമില്ലാത്തവനാണ് അവൻ, അതുകൊണ്ടാണ് അവനെ എതിർക്കുന്നത്, വിമർശിക്കുന്നത് എന്ന് പറയും. ഇങ്ങനെ ഒരു സമ്പ്രദായം സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിട്ടുള്ള 2 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ഇങ്ങനെ സമ്പ്രദായം സമൂഹത്തിലുണ്ട്. ഇത് ജാഹിലിയ കാലത്തെ സമ്പ്രദായത്തിന് സമാനമാണ്. ഇസ്ലാമിൻ്റെ മുമ്പ് ജാഹിലിയത്തിലെ ആളുകൾ മൃഗങ്ങളെ നേർച്ചയാക്കി വിടാറുണ്ടായിരുന്നു. ഇന്നും ഹൈന്ദവ സമൂഹത്തിൽ കാണാം, അമ്പലക്കാള എന്ന പേരിൽ കുറേ കാളകൾ ഇങ്ങനെ അയച്ചു വിടും. അതിങ്ങനെ നടന്ന് തിന്നുകയാണ് ചെയ്യുക. അതിനാരും ഉപദ്രവിക്കുകയോ തെളിക്കുകയോ ഒന്നും ചെയ്യൂല. കാരണം അതിനെന്തോ ഒരു പുണ്യമുണ്ട് എന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. അത് വന്ന് വല്ലതും തിന്നാൽ അതിലൊരു ബർക്കത്തുണ്ടെന്ന് വിശ്വാസം വരെ ആളുകൾക്കിടയിലുണ്ട്. ഇതേപോലെ ജാഹിലിയത്തിലും ഉണ്ടായിരുന്നു. അതിൻ്റെ സമാനമായ രൂപത്തിലാണ് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്നത് എന്ന് സ്വാവി ആ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ചകൾ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. അത്തരം നേർച്ചകളെല്ലാം നിഷിദ്ധമായ ഭക്ഷ്യപദാർത്ഥത്തിലാണ് വരുന്നത്. നമുക്ക് അനുവദിച്ചിട്ടുള്ളത് പടച്ചവന് വേണ്ടി മാത്രമായി നൽകുന്ന നേർച്ചയാണ്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ബലിയും അള്ളാഹുവിൻ്റെ പേരിൽ നടക്കുന്ന നേർച്ചയും അതൊക്കെ പുണ്യകർമ്മമാണ്. അതും നേർച്ചയാക്കുമ്പോൾ ഭൗതികമായ നമ്മുടെ ഒരു ആവശ്യം സാധിപ്പിച്ചു തരണം എന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണെങ്കിൽ അത് വെറുക്കപ്പെട്ട നേർച്ച കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നേർച്ച ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കണം. സമർപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള നിയ്യത്ത് പടച്ചവൻ്റെ സാമീപ്യം ലഭിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകണം, ഈ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണം. ഈ ഒരു നിഷ്കളങ്കമായ നിയ്യത്തോടുകൂടെ സമർപ്പിക്കുന്നതാണ് നേർച്ച. ഇബാദത്ത് അല്ലാത്ത കാര്യങ്ങൾ നേർച്ചയാക്കിയാൽ അത് നേർച്ചയായി മാറില്ല. കുറ്റകരമായ കാര്യങ്ങളാണ് ഒരു നേർച്ചയാക്കിയതെങ്കിൽ ആ നേർച്ച പൂർത്തിയാക്കാനും പാടില്ല. തിന്മയാണ് ചെയ്യാൻ നേർച്ചയാക്കിയതെങ്കിൽ നേർച്ചയാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്, ബലിയിറക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഈ സിഹറിൻ്റെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്. അവർ പറയും ഒരു കോഴിനെ വെട്ടണം, ആടിനെ വെട്ടണം, അതേതെങ്കിലും ശൈത്താൻ്റെ പേരിലോ അല്ലെ വിഗ്രഹത്തിൻ്റെ പേരിലോ പൂജ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഈ വെട്ടൊക്കെ. എന്തിനേറെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ വെടി നേർച്ചയാക്കുന്നവരുണ്ട്, അമ്പലത്തിലെ വെടി. എന്നിട്ട് മൈക്കിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യും. ഞാൻ കേട്ടതാണ് പറഞ്ഞത്. മൈക്കിൽ അനൗൺസ് ചെയ്യാണ് ഇന്ന ആളുടെ വക ഇത്ര വെടി. അത് പരസ്യം ചെയ്തിട്ട് പിന്നെ വെടി ഇങ്ങനെ പൊട്ടിക്കും. ഒരു ഉപകാരമില്ലാത്ത സംഗതിയാണുള്ള വെടി. ദുനിയാവിലൊരു ഉപകാരമില്ല, പരലോകത്ത് പടച്ചവനെന്ന് വലിയ കുറ്റമാണ്. കാരണം ആ വെടി സമർപ്പിച്ച ആർക്കാണ്? ആ വിഗ്രഹത്തിൻ്റെ പേരിലാണ്. അതും നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ പേര് വിളിച്ചു പറയാണ്, ഇന്ന ആളുടെ വക എന്ന് പറയും. അതൊക്കെ നേർച്ചയാക്കുന്നവരുണ്ട്.
അമ്പലത്തിലേക്ക് നേർച്ചയാക്കുന്നവരുണ്ട്. കാരണം ചില രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ ആളുകൾക്കൊരു വിശ്വാസം അങ്ങനെ ഉണ്ട്, അത് ഇന്ന അമ്പലത്തേക്ക് നേർച്ചയാക്കിയെങ്കിൽ രോഗം മാറുള്ളൂ. അത് നമ്മളെ ആളുകളും സമീപിച്ചിട്ട് കാര്യമില്ല, നമ്പൂതിരിൻ്റെ അടുത്തോ അല്ലെ പണിക്കരുടെ അടുത്തോ പോകണം, അവർക്ക് അതിന് ചികിത്സ ഉള്ളൂ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പറയുന്ന എല്ലാ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് പോരുകയാണ്. ആളുകളുടെ മനസ്സിൽ അപ്പം എന്തേ ഉള്ളൂ അറിയോ, രോഗം മാറാൻ എന്തു ആകാന്ന് മാറും. അതൊരു മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് ബലി അറുത്തിട്ട് വിഗ്രഹാരാധന ചെയ്തിട്ട് ചിലപ്പോൾ അവരുടെ രോഗത്തിന് ശമനമുണ്ടാകും. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണത്. പടച്ചവൻ്റെ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ. ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയും അല്ലാത്തവനും വേർതിരിച്ചറിയാം. ഖുർആൻ കൃത്യമായി പറയുന്നൊരു വിഷയം അതാണ്. നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരീക്ഷണം ഇല്ലാതിരിക്കുമെന്ന് വിചാരിക്കുന്നുവോ? ഒരിക്കലും ഉണ്ടാവില്ല. നിർബന്ധമായിട്ടും പരീക്ഷണം ഉണ്ടാവും. വിശ്വാസത്തിൻ്റെ ദൃഢതക്കനുസരിച്ച് പരീക്ഷണം കൂടുമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിൽ പലപ്പോഴും പരാജയപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ നേർച്ചയാക്കുന്നു, അള്ളാഹു അല്ലാത്തവരിൽ ബലിയിറക്കുന്നു, അങ്ങനെയുള്ള ശിർക്കപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് ഫലം കിട്ടി എന്നതാണ്. കുറേ പറയുന്നതൊക്കെ കഥകളായിരിക്കും. ഫലം കിട്ടി എന്നുള്ള പറഞ്ഞാൽ കഥകളായിരിക്കാം, പബ്ലിസിറ്റി ആകാം. പക്ഷേ യഥാർത്ഥത്തിൽ ഫലം കിട്ടിയ അനുഭവമുള്ള ചിലർ പറയുന്നു എനിക്കങ്ങനെ ഫലം കിട്ടിയിട്ടുണ്ട്. ഒരു സഹോദരൻ നമ്മുടെ ഉനൈസയിലേക്ക് വന്നപ്പോൾ അയാൾ നേർച്ചയാക്കി, ജാറത്തൊക്കെ നേർച്ചയാക്കിയിട്ടുണ്ട്, അമ്പലത്തിൽ കൊണ്ട് ചർച്ച് കൊണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിനാ അങ്ങനെ എല്ലായിടത്തും പോയത്? ആരാ അനുഗ്രഹിക്കാന്ന് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ആരനുഗ്രഹിച്ചാലും നമ്മുടെ കാര്യം നടക്കണം. അപ്പോൾ ആ നിലക്ക് ആളുകൾ ചെയ്യുന്നുണ്ട്. ആളുകൾ വിശ്വസിക്കുന്നതും ഒരാളല്ലെങ്കിൽ മറ്റേ ആൾ എന്തെങ്കിലും അനുഗ്രഹം നമുക്ക് ചെയ്തു തരും, അതിലൂടെ നമുക്ക് നേട്ടമുണ്ടാകും എന്നാണ് വിശ്വാസം. ചിലർക്ക് അങ്ങനെ നേട്ടം കിട്ടിയ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ആ ഒരു പരീക്ഷയിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉനൈസയെ തന്നെ മുമ്പുണ്ടായിരുന്നൊരു സഹോദരൻ, നമുക്കിടയിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാൾ, നാട്ടിൽ ജോലി ചെയ്ത കാലത്തുള്ള ഒരു അനുഭവം ഒരിക്കൽ പറയുകയുണ്ടായി. അയാൾക്കറിയുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു തങ്ങൾ അവരുടെ മകൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കുട്ടിയെ തിരിഞ്ഞു നോക്കില്ല, പാല് കൊടുക്കില്ല, കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പോൾ കൂക്കും ബഹളമൊക്കെ ഉണ്ടാക്കും. രക്ഷയില്ലാതെ പ്രയാസപ്പെട്ട ഘട്ടത്തിൽ നമ്മുടെ ഈ സഹോദരനെയും കൊണ്ടാണ് അയാൾ പോകുന്നത്. രാത്രി ഒരു നമ്പൂതിരിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഈ ഇവർ രണ്ടുപേരും പുറത്തിരുന്ന് കുട്ടിയെ പൂജാമുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തി. ഏകദേശം രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ കുറേ സമയം പൂജയും മന്ത്രവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വളരെ സമയം മന്ത്രങ്ങളൊക്കെ നടത്തിയതിൻ്റെ ശേഷം ഇയാൾ പറഞ്ഞു, ഉമ്മക്കുട്ടിയെ ഒന്നങ്ങ് തൊഴുതോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി വാപ്പാൻ്റെ അടുത്തേക്ക് നോക്കി, ഇവ രണ്ടാളെയും നോക്കി എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇതുവരെ അയാൾ മന്ത്രിക്കുന്നു, ഇനി പറഞ്ഞത് വിഗ്രഹങ്ങളെ തൊഴുതാനാണ്. അപ്പോൾ രോഗം മാറാനല്ല മോളെ എന്ന് വാപ്പ പറഞ്ഞപ്പോൾ ഈ നമ്പൂതിരി കാണിച്ചു കൊടുത്ത പോലെ എല്ലാ വിഗ്രഹത്തിൻ്റെ മുമ്പിലും പോയി തൊഴുതു വന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് കുട്ടിയെ കൊണ്ടു കൊടുത്തപ്പം പാലൂട്ടി, കൂക്കുംവിളിയൊക്കെ അവസാനിച്ച്. വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ ഒരു പരീക്ഷണത്തിലാണ് വിശ്വാസികൾ അവരുടെ വിശ്വാസവും തൗഹീദും സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വരുന്നത്. തിന്മ ചെയ്യുകയും ആ തിന്മ ചെയ്യുന്നവർക്ക് ഫലം നൽകുകയും ചെയ്തുകൊണ്ടുള്ള പരീക്ഷണമുണ്ട്. അതാണ് വലിയ പരീക്ഷണം. ഇസ്രയേൽ സമൂഹത്തുള്ള പരീക്ഷിച്ചെങ്ങനെയായിരുന്നു? ശനിയാഴ്ച ദിവസം പള്ളിയിൽ പോകണം, മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞു. അന്നേ ദിവസം മാത്രം മത്സ്യം വരും. ഖുർആൻ തന്നെ കൃത്യമായി പറയുന്നു, വയൗമ സബത്തിഹിം, ശനിയാഴ്ച ദിവസം സബത്തിൻ്റെ അന്ന് കൂട്ടം കൂട്ടമായി തല ഉയർത്തി മത്സ്യങ്ങൾ ഇങ്ങനെ വരും. പിന്നെ അടുത്ത ആഴ്ച പിന്നെ വരുള്ളൂ, അതും ശനിയാഴ്ച വരുള്ളൂ. മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. എത്ര ആഴ്ച ഇങ്ങനെ പട്ടിണി കിടക്കും? അപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ മത്സ്യം നമുക്ക് പിടിക്കാം, എങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട്
പിടിക്കരുത് എന്നല്ല പറഞ്ഞ്, നമുക്ക് പിടിക്കണ്ട, ശനിയാഴ്ച തടഞ്ഞു വെച്ചാൽ മതി, പിടിക്കൽ ഞായറാഴ്ച ആക്കാം. സൂത്രം ഉപയോഗിച്ച് വെച്ചു. അപ്പോൾ അവരോട് മറ്റൊരു കൂട്ടം ആളുകളൊന്നും ഉപദേശിച്ചു, ഇത് ചെയ്യാൻ പാടില്ല, ശനിയാഴ്ച ഇങ്ങനെയുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, പള്ളി പോവുക, ഇബാദത്തേരി കഴിയുക, അതാണ് പടച്ചോൻ്റെ കൽപ്പന. ആ ആളുകളെയാണ് കൂനു ഖിറദത്തൻ ഖാസീൻ, നിന്നരായ കുരങ്ങുകളാകുവിൻ എന്ന് പടച്ചവൻ്റെ കൽപ്പനയുണ്ടായത്, ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അള്ളാഹ് പരീക്ഷിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് പട്ടിണിയും കൽപ്പന അനുസരിക്കാത്തവർക്ക് സുഭിക്ഷതയും നൽകിയിട്ടാണ്. ഇപ്പം ഹജ്ജിൻ്റെയും ഉംറൻ്റെയും നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ബുക്കുകളിലുണ്ടാകും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വേട്ട പിടിക്കാൻ പാടില്ല എന്ന്. പലരും ചിന്തിക്കാറുണ്ട്, എന്ത് വേട്ടപ്പാട് പോയിട്ട് പിടിക്കണമെന്ന്. ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ച്, നിയമം അവതരിപ്പിച്ചിട്ട് സഹാബികൾ അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായെന്നറിയോ? കയ്യിൻ്റെ എത്തുന്ന ദൂരത്തിൽ, കുന്തം കൊണ്ട് എറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ വേട്ടമൃഗങ്ങൾ. പിടിക്കാനും പാടില്ല, ചൂണ്ടിക്കാണിക്കാനും പാടില്ല, അതാ പിടിച്ചോ എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പിടിച്ചാൽ തിന്നാനും പാടില്ല. ഖുർആൻ പറഞ്ഞത് സഹാബികളെ നാം പരീക്ഷിച്ചു എന്നാണ്. അവരുടെ കൈയും കുന്തവും എത്തുന്ന അകലങ്ങളിൽ വേട്ടമൃഗങ്ങളെ നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ സഹാബികൾ വിജയിച്ചു. ഒരു വേട്ടപ്രിയനായ മനുഷ്യൻ്റെ മുന്നിൽ വന്നിങ്ങനെ വേട്ടമൃഗം നിൽക്കുകയാണ്. ഇത് എത്ര ദിവസം തേടി പിടിച്ചിട്ടാവുന്നതിന് കിട്ടുന്നത്? വന്ന് മുന്നിൽ നിന്നാൽ പോലും മറ്റൊരാളോട് പിടിക്കൂ എന്ന് പറയാൻ പോലും പാടില്ല. അവിടെ സഹാബത്ത് ജയിച്ചു എന്നുള്ളതാണ്. ഇനി ലോകാവസാനത്തിൽ വരുന്ന വലിയൊരു പരീക്ഷണമുണ്ട്, ദജ്ജാലിനോടുള്ള പരീക്ഷണം. ഫിത്നത്തിൽ മസീഹി ദജ്ജാലുണ്ടല്ലോ, ആ ഫിത്ന എന്താണ് വരാൻ പോണത്? ദജ്ജാൽ വന്നിട്ട് ഞാൻ റബ്ബാണെന്നാണ് വാദിക്കുന്നത്. ദജ്ജാൽ വരുന്നത് 3 വർഷത്തെ കടുത്ത വരൾച്ചയുള്ള കാലഘട്ടത്തിലാണ്. 3 വർഷം ഈ ലോകം മുഴുവനും കടുത്ത വരൾച്ചയാണ്. 3 വർഷം തുടർച്ചയായി മഴ പെയ്യാതെ വരൾച്ച ഉണ്ടായ സ്ഥിതി എന്തായിരിക്കും? ആ സമയത്താണ് ദജ്ജാൽ വരുന്നത്. ദജ്ജാൽ പറയുന്നു ഞാൻ റബ്ബാണ് എന്ന് അംഗീകരിച്ചാൽ ആ നാട്ടുകാർക്ക് മഴ കിട്ടും. അവൻ ആകാശത്തിലേക്ക് ചൂണ്ടും, മഴ പെയ്യാൻ പറയും, മഴ പെയ്യും, കൃഷി ഉണ്ടാകും, ഉൽപ്പന്നങ്ങളുണ്ടാവും. റബ്ബാണെന്ന് അംഗീകരിക്കാതിരുന്നാലോ അവർക്ക് വീണ്ടും പട്ടിണിയും ജലക്ഷാമവും അനുഭവിക്കുകയാണ്. അതാണ് ദജ്ജാലിനെ കൊണ്ടുള്ള ഫിത്ന. ആ ഒരു പരീക്ഷണത്തിൽ ദജ്ജാലിനെ റബ്ബാണെന്ന് അംഗീകരിച്ച് അവന് പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ അവർ വഴിതെറ്റിപ്പോകുന്നു, നരകത്തിലേക്കുള്ള ടിക്കറ്റായി അവർക്ക്. അപ്പോൾ അങ്ങനെ തിന്മയായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെ ഫലം നൽകിക്കൊണ്ട് അള്ളാഹു നടത്തുന്ന പരീക്ഷണമുണ്ട്. അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. കുട്ടിയുണ്ടാകാതെ ആജേര് വിഷമിച്ചു, മക്കത്ത് വന്ന് ദുആ ചെയ്ത് കിട്ടിയില്ല, ഹജ്ജിന് വന്ന് നോക്കി കിട്ടിയില്ല. അവസാനം അയൽവാസിയായ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഏതായാലും നിങ്ങൾ എല്ലായിടത്തും പോയല്ലോ, നിങ്ങളുടെ അടുത്തൊക്കെ പോയല്ലോ, നിങ്ങൾക്ക് പോകാനൊരു ജാറോ സ്ഥലങ്ങളൊന്നുമില്ല, ഇനി ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് വന്നോളി. അത് എടുക്കാണ് ശബരിമലയ്ക്ക്. നേർച്ചയാക്കി, കുട്ടിയുണ്ടായി. നേർച്ചയാക്കിയത് പൂർത്തിയാക്കണം എന്നല്ല നിയമം, നാട്ടിലെ നിയമട്ടോ, ഇസ്ലാമിൻ്റെ നിയമല്ല. മൂപ്പര് ശബരിമലയ്ക്ക് പോയതോടുകൂടെ നാട്ടിൽ വിവാദമായി. ആചാര്യ മഹലിൽ നിന്ന് പുറത്താക്കലും പ്രശ്നങ്ങളൊക്കെയായി. അപ്പോൾ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണെന്ന് അദ്ദേഹം പറയും. എൻ്റെ അനുഭവമാണ്, ഞാൻ എല്ലാ ജാറത്തിലും പോയി എല്ലാ നേർച്ചയും ചെയ്ത് അവസാനം മക്കത്ത് പോയി ദുആ ചെയ്ത്, എന്നിട്ട് കുട്ടി ഉണ്ടായില്ല. എനിക്ക് കുട്ടിയെ കിട്ടിയത് ഇവിടേക്ക് നേർച്ചയാക്കിയപ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ ശബരിമലക്ക് പോയത് എന്ന് അയാൾക്ക് പറയാൻ കഴിയും. അങ്ങനെ അയാൾ പറയുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പരീക്ഷണത്തിൽ അയാൾ പെട്ടിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അയാൾ നേരത്തെ അറഫയിൽ നിന്ന് ദുആ ചെയ്തതിൻ്റെ ഉത്തരം അപ്പോഴാണ് കിട്ടുന്നത്. അങ്ങേയറ്റം മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച സമയത്തെ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് അതിൻ്റെ ഫലമാണ് കൊടുക്കുന്നത്. പക്ഷെ ആ ഫലം കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇതും കൂടി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ പരീക്ഷണം എന്ന നിലയ്ക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ചിലപ്പോഴുണ്ടാകാം. ആ പരീക്ഷണ ഘട്ടത്തിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയണം. കാരണം ലക്ഷ്യം മാത്രമല്ല, മാർഗവും ശരിയാകണം. ലക്ഷ്യം ശരിയാകണം, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും ശരിയാകണം. അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അപ്പോൾ മാർഗം എന്തായിരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ആ മാർഗം കൈവിട്ട് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മറ്റു മാർഗം സ്വീകരിക്കുമ്പോൾ ഇതുപോലെ നാം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോവുകയും വഴിതെറ്റി പോവുകയും ചെയ്യും. അപ്പോൾ ഫലം കിട്ടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തരം പരീക്ഷണത്തിൻ്റെ ഭാഗമാകാം. മറ്റ് ചിലപ്പോൾ അവർ മനസ്സ് വേദനിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ച ഏതെങ്കിലും സന്ദർഭമുണ്ടാകാം. ധാരാളം നമ്മൾ കേൾക്കുന്നതിൽ വലിയൊരു ശതമാനവും പ്രചാരങ്ങൾ മാത്രമായിരിക്കും, കഥകളായിരിക്കും. അതിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ആർക്കുണ്ടാവാറില്ല. അപ്പോൾ ഏതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർഗവും ലക്ഷ്യവുമുണ്ട്. ആ മാർഗം ഏതായിരിക്കണം എന്ന് കൃത്യമായും പഠിപ്പിക്കപ്പെട്ടത് അത് നേർച്ചയാണെങ്കിലും ബലിയാണെങ്കിലും അള്ളാഹുവിൻ്റെ പേരിലുള്ള മാർഗം മാത്രമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പടച്ചവനെ അവലംബിക്കാനും തവക്കുലാക്കാനും നമുക്ക് കഴിയണം. പരീക്ഷണങ്ങൾ വരുമ്പോൾ പുണ്യകർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക. അതാണ് പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗമായി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ പടച്ചവൻ ഒരിക്കലും കൈവിടില്ല. അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ഉണ്ടാകും. അത് പടച്ചവൻ്റെ വാഗ്ദത്തമാണ്. ഒമയ്യ തവക്കൽ അലല്ലാഹു ഫഹുവ ഹസ്ബുഹു. അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതിയായവനാണ്, അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും എന്ന് പടച്ചവൻ്റെ വാഗ്ദത്തമാണ്. അതുപോലെ ഒമയ്യ യത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവന് അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കുകയും വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ തന്നെ അള്ളാഹുവിൻ്റെ ഉപജീവനം നൽകി കൊടുക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയും തവക്കുലുമായി ജീവിത പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കേണ്ടത്. അത് സാധിക്കുന്ന ഒരു മുഅ്മിനാണോ പടച്ചവൻ അവനെ കൈവിടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ നിലക്ക് അള്ളാഹുവിനോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.